ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബിസ്ക്കറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ളത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, വെജിറ്റബിൾ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ വീതം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു 4 ടീസ്പൂൺ ഷുഗർ, ഒരു അര ഗ്ലാസ് പാല്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ആ ഒരു ബിസ്ക്കറ്റ് മിക്സി ഉപയോഗിച്ച് പൊടിച്ചെടുക്കാം. ഒരു 1.5 ഗ്ലാസ് പൊടിയാണ് ആ ഒരു പാക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അത് ഞാൻ അതും ഷുഗറും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് ബിസ്ക്കറ്റിൻ്റെ പൊടി ഞാൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അളന്നെടുത്തിട്ടുണ്ട്. ആ 1 ഗ്ലാസ്സാണ് ആദ്യം എടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ വീതം, രണ്ടും കൂടി 1 സ്പൂൺ വരും, അതും അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗറും ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പാല്, ആ ഒരു അര ഗ്ലാസ് പാല് വെച്ചിരുന്നു. അര ഗ്ലാസ് പാലും പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ച് ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചോ നന്നായിട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ കേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അലുമിനിയം ടിന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിനുശേഷം നന്നായി ലെവൽ ചെയ്തെടുക്കാം. കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ വെച്ചിട്ട് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കുക്കറിൽ നമ്മളതൊരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം കുക്കർ. അപ്പോൾ കുക്കറിൽ ഒരു റിങ് ഇറക്കി വെച്ച് 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബാറ്റർ അത് കുക്കറിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കത് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പ്ലം കേക്ക് പോലെ വന്നിട്ടുണ്ട്. അത് ഡീമോൾഡ് ചെയ്തെടുത്തപ്പോൾ വളരെ രസമായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റി. ബിസ്ക്കറ്റ് കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ഷുഗറൊന്നും അതിൽ യൂസ് ചെയ്തിട്ടില്ല. ബിസ്ക്കറ്റിൻ്റേതായ ഒരു രസവും വരുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലെ പ്രിപ്പറേഷൻസ് എല്ലാം കൂടി ഒരു അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ രസമായിട്ട് വന്നിട്ടുള്ള ഈ ബിസ്ക്കറ്റ് കേക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.